ഈ ശരണം അമ്മേ സാധിക്കും നീ തെളിഞ്ഞാൽ സകലതും അതുപോൽ നീ മുഷിഞ്ഞാൽ മുടങ്ങും ഭേദിക്കും ചിത്തരംഗം തവ ചരിതമഹോ തെല്ലും ഓർക്കാതിരുന്നാൽ നേദിക്കാം നിൻ സമക്ഷം ഭഗവതിയകദോഷങ്ങളൊന്നും വിടാതെ മാതാവേ കാത്തുരക്ഷിക്കുക കഴലിണയിൽ ക്ഷീണനായി വീണൊരെന്നെ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 26-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗായത്രി മഹാത്മ്യങ്ങളെയാണ് അവിടെ പറയുന്നത്. പരാശര ഋഷി അശ്വപതി എന്ന് പറയുന്നതായിട്ടുള്ള ആ രാജാവിന് പുത്രസന്താനമല്ലാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന അശ്വപതി എന്ന രാജാവിനെ ഉപദേശിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങൾ, ആ ഗായത്രി മന്ത്ര ജപം കൊണ്ടുള്ള ഗുണങ്ങളും അത് ജപിക്കാത്തവരുടെ ദോഷങ്ങളെയും ഒക്കെയാണ് പറഞ്ഞു വരുന്നത്. അതേമാതിരി അവിടെ ഒരുപാട് അതിൻ്റെ ദോഷങ്ങളെ അവിടെ പറയുന്നുണ്ട്. ബ്രാഹ്മണൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെയെല്ലാം അവിടെ ദീർഘമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അതിനെയെല്ലാം കുറേ ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞതിന് ശേഷം ആ പരാശരമുനി സാവിത്രി പൂജയുടെ സകല ക്രമങ്ങളും ധ്യാനാദിക്രമങ്ങളും ആഗ്രഹിച്ച വിധം അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു. ഹേ മഹർഷി, രാജാവിനോട് ഇവയെല്ലാം പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് പോയി. രാജാവ് സാവിത്രിയെ ഋഷി പറഞ്ഞതനുസരിച്ച് വിദ്യാവണ്ണം പൂജിക്കുകയും ദർശിച്ച് വരം നേടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോഴാണ് നാരദൻ ചോദിക്കുന്നത്, കിം വാ ധ്യാനം ച സാവിത്ര്യ കിം വാ പൂജാവിധിക്രമം സ്തോത്രം മന്ത്രം ച കിം ദത്വാ പ്രയയൗ സപരാശര. സാവിത്രിയുടെ ധ്യാനം എന്താണ്, പൂജാവിധി ക്രമങ്ങളൊക്കെ എന്താണ്, ഏത് മന്ത്രം സ്തോത്രം പറഞ്ഞു കൊടുത്തിട്ടാണ് പരാശരൻ പോയത്, ഏതുവിധം അനുസരിച്ചിട്ടാണ് വേദമാതാവിനെ ഗായത്രിയെ പൂജിച്ചത്. വേദങ്ങളുടെയൊക്കെ മാതാവാണ് ഗായത്രി എന്നാണ് പറയണത്. അതാണ് ഗായത്രി മന്ത്രത്തിനുള്ള ഏറ്റവും വലിയ വിശേഷത. ഗായത്രി ജപിച്ചാൽ മതി, വേദം ജപിച്ചതിനേക്കാൾ ഫലമാണ് എന്നാണ് പറയണത്. കാരണം എന്താണ്, വേദമാതാവായിട്ടാണ് ഗായത്രി അറിയപ്പെടുന്നത്. വിദ്യാവണ്ണം പൂജിച്ചിട്ട് എന്തുവരമാണ് അശ്വപതി എന്ന രാജാവ് നേടിയത്. സാവിത്രിയെ സംബന്ധിച്ച് മഹത്വപൂർണവും പരമരഹസ്യവും ശ്രുതിയിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം വിസ്തരിച്ച് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നാരദൻ ചോദിച്ചു. ഉത്തരമായിട്ട് നാരായണ ഋഷി പറയാണ്, ജ്യേഷ്ഠകൃഷ്ണത്രയോദശ്യാം ശുദ്ധകാലേ ച യത്നത വ്രതമേവം ചതുർദശ്യാം വ്രതി ഭക്ത്യാ സമാചരേൽ. എപ്രകാരമാണ് അതെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഇവിടെ ദീർഘമായിട്ട് വർണ്ണിക്കണു. ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണത്രയോദശിയിൽ, അതുപോലെ ശുക്ലചതുർദശിയിൽ ശുഭസമയത്ത് വ്രതം ദീക്ഷിക്കുന്നവരെ ഭക്തിപൂർവം ഈ വ്രതം ആചരിക്കണം. കൃഷ്ണ ചതുർദശി എന്നും ഇതിന് പറയും, കൃഷ്ണ ചതുർദശി എന്നും പറയും. 14 വർഷം 14 ഫലങ്ങളോടും 14 നൈവേദ്യങ്ങളോടും പുഷ്പധൂപാദികളോടും കൂടി ഈ വ്രതം മുടങ്ങാതെ ആചരിക്കണം. അപ്പോൾ 14 വർഷമാണ് ആചരിക്കേണ്ടത്. ദീർഘമായിട്ട് ആചരിക്കേണ്ട ഒരു വ്രതമാണത്. വസ്ത്രം, യജ്ഞോപവീതം, നൈവേദ്യം, ഫലങ്ങള്, അർച്ചന ചെയ്യാനുള്ള പുഷ്പങ്ങള്, ഇതൊക്കെ വെച്ച മംഗളകലശം എന്നിവ വേണ്ട വിധം ഒരുക്കി വയ്ക്കണം.
ഗണപതിയെയും സൂര്യനെയും അഗ്നിയെയും വിഷ്ണുവിനെയും ശിവനെയും ദേവിയെയും പൂജിച്ചിട്ട് പിന്നെ സാവിത്രി ദേവിയെ ഘടത്തിൽ, അതായത് ഈ കലശത്തിൽ ആവാഹിച്ച് പൂജിക്കണം. സാവിത്രി ധ്യാനവും സ്തോത്രവും പൂജാക്രമങ്ങളും സർവകാമപ്രദമായ മന്ത്രവും ഞാൻ പറയാം, അതങ്ങ് കേട്ടോളൂ. ഉരുക്കിയ തങ്കത്തിന്റെ വർണ്ണഭംഗിയും ബ്രഹ്മതേജസ്സുകൊണ്ടുള്ള ഉജ്ജ്വലകാന്തിയും 1000 ഗ്രീഷ്മ മധ്യാഹ്ന ആദിത്യന്മാർക്ക് തുല്യമായ ദീപ്തിയും ഉള്ളവളും പ്രസന്ന സുമുഖിയും രത്നഭൂഷണിയും വന്യശുദ്ധാം സുഖധാരിണിയും ഭക്താനുഗ്രഹകാരിണിയും സുഖപ്രദയും മുക്തിദായിയും ശാന്തയും ജഗദ്വിധാവിന്റെ പത്നിയും സർവസമ്പൽ സ്വരൂപിയും ഒക്കെ ആയിട്ടുള്ള ദേവിയെയാണ് ഇവിടെ വർണ്ണിച്ചു കൊണ്ടുപോകുന്നത്. വേദത്തിന്റെ അടിസ്ഥാന ദേവതയാണ്, വേദശാസ്ത്ര രൂപിണിയാണ്, വേദബീജ സ്വരൂപിയാണ്. വേദമാതാവിനെ ഞാൻ വണങ്ങുന്നു എന്ന് പറയുന്ന സ്തോത്രങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അത് 49-ാമത്തെ ശ്ലോകം, 50, 51, 52 മുതലായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ ഈ പറഞ്ഞ അർത്ഥമേ ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം നമുക്ക് ശ്ലോകവും പറഞ്ഞ് അർത്ഥവും പറഞ്ഞു പോകാൻ സമയമില്ല. ദേവി ഭാഗവതം പുസ്തകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മേടിച്ചു വെക്കേണ്ടതാണ് ദേവി ഭാഗവതവും വീട്ടിൽ. ആ ബുക്ക് മേടിച്ചാൽ ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. ഇങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് ധ്യാനിക്കണം. ദേവിക്ക് നിവേദ്യം സമർപ്പിച്ച് അതിനുശേഷം ശിരസിൽ കൈവച്ചുകൊണ്ട് ധ്യാനിച്ചിട്ട് ആ കലശത്തെ ഭക്തിപൂർവം ദേവിയെ ആവാഹിക്കണം. വേദമന്ത്രങ്ങൾ കൊണ്ട് ഷോഡശോപചാരങ്ങൾ നൽകി വിധിയനുസരിച്ച് പൂജിക്കണം, സ്തുതിച്ച് നമസ്കരിക്കണം. ഷോഡശോപചാര പൂജ എന്താ ഇതിനു മുമ്പ് 2 പ്രാവശ്യം പറഞ്ഞത് കാരണം കൊണ്ട് ആവർത്തിക്കണില്ല. ആസനം, പാദ്യം, മർഘ്യം, സ്നാനം, അനുലേപനം, ധൂപം, ദീപം, നൈവേദ്യം, താംബൂലം, ജലം, വസ്ത്രം, ആഭരണം, മാല്യം, ഗന്ധം, ആചമനീയം, ഇതൊക്കെ സമർപ്പിക്കുന്നതിനെയാണ് ഷോഡശോപചാര പൂജ എന്നൊക്കെ പറയണത്. മന്ത്രങ്ങളോടുകൂടി ഓരോന്നും സമർപ്പിക്കാനായിട്ട് ആവാഹനം മുതൽ ഉദ്വാഹനം വരെയുള്ള ഓരോരോ കാര്യങ്ങൾക്കും ഓരോരോ മന്ത്രങ്ങളുണ്ട്. അല്ലെങ്കിൽ തന്ത്രപൂർവമാണെങ്കിൽ തന്ത്രവുമുണ്ട്. അപ്പോൾ തന്ത്രപൂർവമായാൽ അങ്ങനെ, മന്ത്രപൂർവമായാൽ അങ്ങനെ. ഷോഡശോപചാര വിധിപ്രകാരം പൂജിക്കണം എന്നാണ് പറയണത്. ചന്ദനം മുതലായിട്ടുള്ള തടികൾ കൊണ്ടോ സ്വർണം തുടങ്ങിയ ലോഹങ്ങളെ കൊണ്ടോ നിർമ്മിക്കുന്നതാണ് ആസനം. എന്നിട്ട് ആസനം സമർപ്പിക്കണം. തീർത്ഥജലം മഹത്താണ്, ഇതിനൊക്കെ ഉപയോഗിക്കാൻ. ഗംഗാജലം അല്ലെങ്കിൽ പുണ്യാഹം ജപിച്ചു കഴിഞ്ഞ പുണ്യാഹജലം, അതല്ലെങ്കിൽ പുണ്യ നദികളിൽ നിന്നും കൊണ്ടുവന്നതായിട്ടുള്ള കാവേരി, സരസ്വതി, യമുന, അങ്ങനെ പുണ്യ അളകനന്ദ മുതലായിട്ടുള്ള പുണ്യനദികളിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടുള്ള ജലമൊക്കെ പുണ്യ തീർത്ഥങ്ങളാണ്. കാവേരി മുതലായിട്ടുള്ളതൊക്കെ അതിനെ പാദ്യമായിട്ട് ഭഗവതിക്ക് സമർപ്പിക്കണം. പാദ്യം എന്ന് പറഞ്ഞാൽ ജലം സമർപ്പിക്കുക. പിന്നെ കറുക, നാമ്പ്, പുഷ്പങ്ങൾ ചേർന്ന അർഘ്യം പവിത്രമാണ്. ശംഖതീർത്ഥ മിശ്രിതമായിട്ടുള്ള അർഘ്യം ദേവിക്ക് സമർപ്പിക്കണം. ചന്ദനം കലർത്തി സുഗന്ധിയാക്കിയതാണ് ആ ജലം. അതുപോലെ സുഗന്ധമുണ്ടാക്കുന്നതാണ് ഈ തൈലവും. സ്നാനത്തിന് യോഗ്യമായിട്ടുള്ളത് ഞാനിതാ സ്നാനത്തിന് വേണ്ടി തൈലം സമർപ്പിക്കണു എന്നൊക്കെ പറയും. ഇപ്പോൾ തിരുമേനിമാര് ചന്ദനം ഒരു ഇതിൽ ജലം ഒരു ഇതിലൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൊക്കെ തൊട്ട് അതൊക്കെ കാണിക്കുകയാണ് ഒരു പ്രതീകാത്മകമായിട്ട്. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം? സ്നാനങ്ങൾ ചെയ്യിക്കണം എന്നൊക്കെയാണ് പറയുക. ഗന്ധസ്നാനം, തീർത്ഥസ്നാനം, അതേമാതിരി തന്നെ മധുവർക്കം കൊണ്ടുള്ള സ്നാനം. മധുവർക്കം, മധു എന്ന് പറഞ്ഞാൽ തേൻ കൊണ്ടുള്ള സ്നാനം, തൈലം കൊണ്ടുള്ള സ്നാനം, പാല്, തൈര്, ഇതൊക്കെ കൊണ്ട് പഞ്ചാമൃതം. നമ്മൾ രുദ്രാഭിഷേകം ചെയ്യുന്ന സമയത്ത് വിവിധമായിട്ടുള്ള 11 വസ്തുക്കളെ കൊണ്ട് മഹാദേവന്റെ ശിവലിംഗത്തിൽ സ്നാനം അർപ്പിക്കാറുണ്ട്, അഭിഷേകം ചെയ്യാറുണ്ട്. അതേമാതിരി വിഗ്രഹങ്ങളിലൊക്കെ
കാലത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഭഗവാന് നിർമ്മാല്യ ദർശനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാകച്ചാർത്തൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിനൊക്കെ മുമ്പ് തൈലസ്നാനമൊക്കെ ഉണ്ട് ഗുരുവായൂരപ്പന്. പിന്നീട് പന്തീരടി പൂജയ്ക്ക് മുമ്പ് പാലഭിഷേകം, പാൽ അഭിഷേകം എന്ന് നമ്മൾ പറയും, പാൽ കൊണ്ടുള്ള സ്നാനമൊക്കെ ഭഗവാന് ചെയ്യാറുണ്ട്. ഇപ്പം ശബരിമലയിൽ പോയാൽ നെയ്യ് കൊണ്ട് സ്നാനം ചെയ്യാറുണ്ട്. അഷ്ടാഭിഷേകം നമ്മൾ ചെയ്യാറുണ്ട് വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട്. ഇതൊക്കെ അതിൻ്റെ ഭാഗം തന്നെയാണെന്ന് പറയാണ്. ഏതായാലും പൂജാവിധികളെ തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. ഭാഗങ്ങളെ നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരയേ നമഃ.